ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം, അങ്ങനെ പിശാച് സകല പരീക്ഷയും തികച്ച ശേഷം കുറേ കാലത്തേക്ക് അവനെ വിട്ടുമാറി. യേശു കർത്താവിനെ കുറിച്ച് പറയുകയാണ്, പിശാച് സകല പരീക്ഷയും യേശുവിൻ്റെ മുമ്പിൽ തികച്ച ശേഷം കുറേ കാലത്തേക്ക് വിട്ടുമാറി. കർത്താവ് 40 ദിവസം, ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ പ്രാരംഭത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, 40 ദിവസം സാത്താൻ യേശുവിനെ പരീക്ഷിച്ചു കൊണ്ടിരുന്നു. അവിടെ പറയുന്നത് അങ്ങനെയാണ്, ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചു കൊണ്ടിരുന്നു. ആ ദിവസങ്ങളിലൊന്നും കർത്താവ് ഒന്നും ഭക്ഷിക്കുന്നില്ല. പിതാവുമായിട്ടുള്ള ബന്ധത്തിൽ അടുത്ത അസാധാരണമായ മിനിസ്ട്രിക്ക് വേണ്ടി കർത്താവ് ഒരുങ്ങുക. എന്നാൽ അപ്പോഴൊക്കെ ഈ 40 ദിവസവും എങ്ങനെയൊക്കെ പരീക്ഷിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ സാത്താൻ പരീക്ഷിക്കുന്നുണ്ട്. അത് കഴിയുമ്പോൾ ഡയറക്റ്റ് വന്നിട്ട് കർത്താവിനെ വിവിധ പരീക്ഷകളാൽ സാത്താൻ കൊടുക്കാൻ നോക്കുന്നുണ്ട്. അവിടെ എല്ലാം യേശു കർത്താവ് വചനത്തിനകത്ത് നിന്ന് മറുപടി കൊടുത്ത് സാത്താൻ വാലും ചുരുട്ടി പോകുന്ന നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ അവസാനമാണ് പറയുന്നത്, ഇങ്ങനെ സകല പരീക്ഷയും തികച്ച ശേഷം കുറേ കാലത്തേക്ക് ആരാണെന്ന് ഓർക്കണം, യേശു കർത്താവാണ്. കർത്താവിൻ്റെ അടുക്കൽ പോലും സാത്താൻ വന്ന് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെങ്കിൽ നമ്മളൊക്കെ ഉപവസിക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ നമ്മൾ ഉപവസിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഇതുപോലെയുള്ള സാത്താന്യ മേഖലകളിലെ ഫൈറ്റ് അറിയാതെ ഉപവസിക്കുന്നവരുമുണ്ട്, അല്ലാതെ ഇതൊക്കെ അറിഞ്ഞു ഉപവസിക്കുന്നവരുമുണ്ട്. എന്നാൽ പ്രിയരെ, അത് കഴിഞ്ഞിട്ടും വചനം നമ്മളോട് പറയുകയാണ്, കുറച്ച് കാലത്തേക്കാണ് അവൻ മാറി നിൽക്കുന്നത്. യേശു തന്നെ വേറൊരു ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിൽ നിന്ന് പുറത്തു പോയ ആ പന്നപ്പിശാച് പിന്നെയും വരുമ്പോൾ വീട് അടിച്ചു വാരി വൃത്തിയാക്കിയിട്ടിരിക്കുന്ന കണ്ടാൽ പോയി തന്നേക്കാൾ വിലമേറിയ 7 എണ്ണത്തിനെ കൂടെ കൂട്ടിക്കൊണ്ടുവരും. എന്ന് വെച്ചാൽ എപ്പോഴും നമ്മളെ ലക്ഷ്യമിട്ട് സഞ്ചരിക്കുന്ന ഒരു സാത്താനെക്കുറിച്ച് പറയുകയാണ്. പ്രിയരെ, ജീവിതത്തിനകത്ത് ദൈവം പറഞ്ഞിരിക്കുന്ന ആ യാത്രയിലൂടെ സഞ്ചരിച്ച് കർത്താവ് തന്നിരിക്കുന്ന വചനത്തെ മുറുകെ പിടിച്ച് 3 പരീക്ഷണങ്ങളുമായിട്ട് യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ കർത്താവ് പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ടൊന്നും അല്ല പിശാച് ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടാണ്. ഇങ്ങനെ സാത്താൻ്റെ സകല പ്രവൃത്തികളെയും ഉടച്ചു കളഞ്ഞ യേശു ക്രിസ്തുവിനെ പോലെ നമ്മുടെ മുമ്പിൽ വരുന്ന പ്രതിസന്ധികളെ, നമ്മുടെ മുമ്പിൽ വരുന്ന പ്രതികൂലങ്ങളെ, നമ്മെ ചിലപ്പോൾ കുഴിയിലോട്ട് തള്ളിയിടാനായി പിശാചൊരുക്കുന്ന വലകളെയൊക്കെ ആത്മാവിൽ പൊട്ടിച്ച് കളഞ്ഞ് എപ്പോഴും അലേർട്ടായിട്ട് സഞ്ചരിപ്പാൻ, എപ്പോഴും സൂക്ഷ്മതയോടെ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.